ഓർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് 4-ാം തീയതി ഒക്ടോബർ ഞായറാഴ്ച. നമ്മൾ റെഗുലർ മാസിന് 20 പേരും ബാക്കിയുള്ളവർ ഫേസ്ബുക്കിൽ ലൈവായിട്ടാണ് ഈ കുർബാന കാണുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശങ്കകളും എല്ലാം നമുക്ക് ഈ ബലിക്ക് ചുറ്റുമായിട്ട് കൊണ്ടുവരാം. കർത്താവിൻ്റെ ഈ ബലിയിൽ നമുക്ക് ഒരുമയോടെ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതകളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം എൻ്റെ വലിയ പിഴം. ആകയാൽ നിത്യനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരീതകളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സർലോകരാജനെ. സർവ്വശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നേടും ഞങ്ങൾ തൻ്റെ രക്ഷകനേശുവേ,
കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവ് തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് തനേകനം നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമകത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരിക്കത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഇസ്സയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രിയൻ്റെ കീർത്തനം. എൻ്റെ പ്രിയനെ ഞാൻ പാടിക്കേൾപ്പിക്കും. എൻ്റെ പ്രിയന് ഫലപുഷ്ടിയുള്ള ഒരു മലയിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അദ്ദേഹം അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ ഏറ്റവും നല്ല മുന്തിരി നട്ടു. അതിൻ്റെ മധ്യത്തിൽ ഒരു ഗോപുരം പണിയുകയും ഒരു ചക്ക് സ്ഥാപിക്കുകയും ചെയ്തു. മുന്തിരി കായ്ക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഉണ്ടായത് കാട്ടുമുന്തിരിങ്ങയാണ്. ജെറുസലേം നിവാസികളെ, യൂദയായിലെ ജനങ്ങളെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും സംബന്ധിച്ച് നിങ്ങൾ തന്നെ വിധി കൽപ്പിക്കുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ ചെയ്യാത്തതായി ഇനി എന്താണുള്ളത്? അത് മുന്തിരിങ്ങ പുറപ്പെടുവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിങ്ങയാണ്. എൻ്റെ മുന്തിരിത്തോട്ടത്തോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അതിനെ നശിപ്പിക്കും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അതിനെ ചവിട്ടി മെതിക്കും. ഞാൻ അതിനെ ശൂന്യമാക്കും, അതിനെ വെട്ടി നിർത്തുകയോ അതിൻ്റെ ചുവട് ഇളക്കുകയോ ചെയ്യുകയില്ല. അവിടെ പറക്കാരെയും മുൾച്ചെടിയും മുളയ്ക്കും. അതിൽ മഴ പെയ്യ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രവും അവിടത്തേക്ക് പ്രിയപ്പെട്ട മുന്തിരിച്ചെടി യൂദയായരുമാണ്. അവിടുന്ന് യൂദയായിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു, എന്നാൽ കണ്ടെത്തിയത് അനീതിയാണ്. അവിടുന്ന് ധർമ്മം പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ കണ്ടെത്തിയത് അധർമ്മമത്രേ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങ് ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ട് വിജാതീയരെ അങ്ങ് പുറം തള്ളി. അതിൻ്റെ ശാഖകൾ സമുദ്രം വരെയും ചില്ലകൾ നദി വരെയും നീണ്ടു. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. പതികർ പഴം പറിക്കത്തക്ക വിധം അതിൻ്റെ ചുവർവേലികൾ അങ്ങ് തകർത്തതെന്തുകൊണ്ട്? കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുന്നു. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി പ്രത്യാഗമിക്കണമേ. സ്വർഗത്തിൽ നിന്ന് അതിനെ വീക്ഷിക്കുകയും കടാക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വലതു കൈ നട്ട മുന്തിരിയെ
അങ്ങ് വളർത്തിയ കുഞ്ഞുചെടിയെ സംരക്ഷിക്കണമേ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. ഞങ്ങൾ അങ്ങയെ വിട്ടുപിരിയുകയില്ല. ഞങ്ങൾക്ക് നവജീവൻ നൽകണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രകീർത്തിക്കും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടുന്നതിനായി അങ്ങയുടെ പ്രശാന്തമായ മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗോത്രമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. പ്രിയ സഹോദരരെ, കർത്താവിൽ സദാ നിങ്ങൾ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ വിനയം സകലർക്കും സുവിദിതമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് സമീപത്തുണ്ട്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ പ്രാർത്ഥനകളിലും അപേക്ഷകളിലും കൃതജ്ഞതാ സ്തോത്രങ്ങളോട് കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനെ അറിയിക്കുവിൻ. എങ്കിൽ സർവദാ ഭാവനാതീതമായ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഈശോമിശിഹായിൽ സംരക്ഷിച്ചുകൊള്ളും. സഹോദരരെ, സത്യമായതെല്ലാം, ശീലനമായതെല്ലാം, നീതിയായതെല്ലാം, നിർമ്മലമായതെല്ലാം, സ്നേഹാർഹമായതെല്ലാം, സുദീർഘമായതെല്ലാം, പുണ്യമായതെല്ലാം, പ്രശംസാർഹമായതെല്ലാം നിങ്ങൾ ചിന്തിച്ചുകൊള്ളുവിൻ. എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളവയും മനസ്സിലാക്കിയിട്ടുള്ളവയും കണ്ടും കേട്ടും ഗ്രഹിച്ചിട്ടുള്ളവയും പരിശീലിക്കുവിൻ. എങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അവ നിത്യജീവന്റെ വാക്കുകളാണല്ലോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും അരുളി ചെയ്തു, ഒരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി. അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി. വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇരിക്കാം. ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഒരു ഭീഷണിയോടെയാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത്.
ഓശാന ഞായറാഴ്ച അതിന് ശേഷമുള്ള ഒരു ദിവസമായിരിക്കണം യേശുനാഥൻ ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. കാരണം മത്തായിയുടെ സുവിശേഷം 21 അധ്യായമാണ്. യേശു ഓൾറെഡി ജെറുസലേമിലെത്തി, രാജകീയ പ്രവേശനം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളൊരു ഉപമ കേട്ടു. 2 മക്കളുടെ, ഒരാൾ അനുസരണക്കേട് കാണിക്കുന്നു, ഞാൻ ചെയ്യില്ല, ഈ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു പോകുന്നു. പക്ഷേ പിന്നീട് മാനസാന്തരപ്പെട്ട് അപ്പം പറഞ്ഞ ആ പ്രവൃത്തികൾ ചെയ്യുന്നു. 2-ാമത്തെ മകൻ, ഞാനെല്ലാം നോക്കിക്കോളാം, അപ്പൻ ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമേ ഇല്ല, എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് 2-ാമത്തെ മകൻ ഒന്നും ചെയ്യാതിരിക്കുന്നു. 2 ഉപമകൾ. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഈ കൃഷിക്കാരുടെ ഭയങ്കരമായ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ദാസന്മാരെ കൊല്ലുന്നു, സ്വന്തം മകനെ കൊല്ലുന്നു. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. താൻ തിരഞ്ഞെടുത്ത ജനത്തെ മുന്തിരിത്തോട്ടമായിട്ടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. പക്ഷേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ മുന്തിരിത്തോട്ടത്തിൽ ഒന്നും ലഭിക്കുന്നില്ല. അവിടെ ഫലമില്ലാതെ അത് നശിച്ചു പോവുകയാണ് ചെയ്യണത്. 2-ാം വായനയിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ. നിരാശയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ഭാരങ്ങൾക്കോ നിങ്ങളെ തളർത്താതിരിക്കട്ടെ. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ തവണത്തെ മുന്തിരിത്തോട്ടം, ഈ ഉപമയിൽ നല്ല ഫലങ്ങളാണുള്ളത്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. സ്നേഹമുള്ളവരെ, ഈ നല്ല ഫലങ്ങൾ ഒരുപക്ഷെ പണത്തിൻ്റെ പച്ചപ്പാകാം, ഇല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്ന നമ്മളുടെ സ്വഭാവമായിരിക്കാം. ഇതെല്ലാം യേശുവിനെ അനുധാവനം ചെയ്യാൻ തടസ്സമായിട്ട് വരുന്നതായിട്ട് നാം കാണുന്നു. ഇതുള്ളവരും നല്ലത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഉപമയിൽ പ്രധാന പുരോഹിതന്മാർക്കും അതുപോലെ പ്രമാണികൾക്കുമെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു കാര്യമാണ്. അവർക്ക് യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ആവുന്നില്ല. ചേഞ്ച്, പരിവർത്തനം നമുക്ക് വരാതിരിക്കാൻ പല കാരണങ്ങളിൽ. ഒന്നാമത്തെ ഒരു കാരണം നമ്മൾ കാണുന്നത്, നമ്മളുടെ തന്നെ ലോകത്തിൽ അല്ലെ, ഞാൻ പിടിക്കുന്ന മുയിലിന് കൊമ്പുണ്ടെന്നാ, അല്ലെങ്കിൽ ഒരല്പം കൂടുതലാണ് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിക്കാർക്ക് ഇതൊരു താക്കീതാണ്. ഇന്നത്തെ സുവിശേഷം അവർക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപാരമായ കോൺഫിഡൻസാണ് സ്വന്തം കാര്യങ്ങളിൽ. നമുക്ക് ആവശ്യത്തിനുള്ളത് വേണം, പക്ഷേ ഒരു പരിവർത്തനത്തിന് ഇത് രണ്ടും തടസ്സമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിതാവായ ദൈവം യോഹന്നാനെ അയച്ചു അവസാനത്തെ പ്രവാചകനായിട്ട്. അവനെയും ഇസ്രായേൽ ഭവനം തന്നെയാണ് കൊലപ്പെടുത്തുന്നത്. 2-ാമത് യേശുവിനെയും അയക്കുന്നു. യേശുവിൻ്റെയും കഥ മറിച്ചല്ല. എന്തുകൊണ്ടാണ് എനിക്കൊരു പരിവർത്തനം സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ സ്വഭാവത്തിന് മാത്രമല്ല എൻ്റെ ആത്മീയ മേഖലകളിൽ ഇപ്പോഴും എനിക്ക് വളരാൻ സാധിക്കാത്തത്? കാരണം ഒരു പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ബലം പിടിക്കുന്ന അധികാരമോഹത്തിൻ്റെയും അല്ലെങ്കിൽ പണത്തിൻ്റെയും സമൃദ്ധിയുടെയും കൂടെ വളർന്ന ഒരാളായിരിക്കാം. അതുമല്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു കുട്ടിയിൽ നിന്ന് പഠിക്കാം. ഇന്നലെയും മിനിഞ്ഞാന്നേയുമെല്ലാം കുഞ്ഞുമക്കളെ കണ്ട് നിങ്ങൾ പഠിക്കുവിൻ. ഈ കുഞ്ഞിനെ സ്വന്തമാക്കുന്നവൻ ദൈവരാജ്യത്തെ സ്വന്തമാക്കുന്നുവെന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾ എത്ര തവണ വീണാലും കരഞ്ഞാലും പുഞ്ചിരിയോടെ എണീറ്റുകൊണ്ട് ഓടി അവൻ കളി തുടങ്ങും. പക്ഷെ നമ്മൾ മുതിർന്നവരാകുമ്പോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണീക്കില്ല. നമുക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇല്ലെങ്കിൽ നാണക്കേടിൻ്റെ
ഭാരം. ഇവിടെ യേശുനാഥൻ നമുക്കൊരു പ്രോത്സാഹനം നൽകിയാണ് ഓരോ തോൽവിയിൽ നിന്നും പഠിക്കാൻ. അതുപോലെ എനിക്ക് പരിവർത്തനം സംഭവിക്കാത്തത്, ഒന്ന്, ഞാൻ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. എനിക്ക് ഒരു അബദ്ധം സംഭവിച്ചെന്ന് ഇരിക്കട്ടെ, സംഭവിക്കും, മനുഷ്യനായതുകൊണ്ട് നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാതെ അവിടെ പറ്റിപ്പിടിച്ച് അതിനെക്കുറിച്ച് നീതീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നാണക്കേടായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു പരിവർത്തനം സാധ്യമല്ല. അതുപോലെ നമ്മൾ അനുദിന ജീവിതത്തിൽ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ, അനുദിന ജീവിതത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്കും വളരാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ഒരു തോൽവിയായിട്ട് മാറും. പ്രിയമുള്ളവരെ, പ്രൊട്ടസ്റ്റൻ്റായ വൈദികനായ ജോൺ ഹെൻറി ന്യൂമാൻ വെളിച്ചം തേടി നടന്നു. പിന്നീട് അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായി മാറുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഈ ലോകത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. ജീവിക്കുക എന്നാൽ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുക, യേശുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മിടുക്കനോ മിടുക്കിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പലതവണ പരിവർത്തനത്തിലൂടെ കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കിന്നത്തെ ദിവസവും ഈ ഒരാഴ്ചയും നമുക്ക് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, തോൽവിയിൽ നിന്ന് പഠിക്കാൻ, കർത്താവെ പരിവർത്തനത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് നിന്നെ അനുധാവനം ചെയ്യാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്ഥാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്കും നമ്മുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിഭാവനമായി ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി
കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവന്റെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയിൽ ഇന്ന് റോസറി ഫീസ്റ്റിൻ്റെ സമാപന ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അതുപോലെ കോവിഡിൻ്റെ ഈ മഹാമാരിയുടെ കടന്നു പോകാൻ, അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അതുപോലെ പാവപ്പെട്ടവർക്കും ജോലിയില്ലാതെ അലയുന്നവർക്ക് യുവതി യുവാക്കൾക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്ക് നൽകിടുമ്പോൾ, ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്ക് നൽകിടുമ്പോൾ, അത് ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. അത് ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടും ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശദീകരണം കാരുണ്യപൂർവ്വം ഞങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയം വിണ്ടലവും
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായുള്ള പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അടയതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സ്വയം പ്രാപിക്കും. ദൈവമേ, നിൻ കരലാളനമില്ലാതെ പൂവായ പൂവൊന്നും പിരിയുകില്ല. കണ്ണിമയ്ക്കാതെ നീ കാവലായില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം തളിരിടില്ല. ദൈവമേ, നിൻ കരലാളനമില്ലാതെ പൂവായ പൂവൊന്നും വിരിയുകില്ല. കണ്ണിമയ്ക്കാതെ നീ കാവലായില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം തളിരിടില്ല.
എത്ര മഹത്തായ സ്നേഹം, ഈ ഭൂമി തൻ പുണ്യമാം സ്നേഹം. പാവനരൂപനായി പാരിതിൽ വാഴുന്ന പാലക നിന്മക സ്നേഹം. ദൈവമേ നിൻ കരലാളനമില്ലാതെ പൂവായ പൂവൊന്നും വിരികയുമില്ല. കണ്ണിമയ്ക്കാതെ നീ കാവലായില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം തളിരിടില്ല. അപ്പം ഒന്നേയുള്ളൂ, പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും നമ്മളെല്ലാവരും ഭാഗഭാഗുകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കുദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഇന്ന് തുടർന്നുള്ള ദിവ്യബലികൾ 7:30 മലയാളം കുർബാന, 9 മണിക്ക് കാറ്റിക്സം സ്റ്റുഡൻസിനുള്ള മലയാളം കുർബാന, തുടർന്ന് 10 ദിവസത്തെ നീണ്ടുനിന്ന നമ്മളുടെ പരിശുദ്ധ അമ്മയുടെ ജപമാല മാതാവിൻ്റെ ഫീസ്റ്റിൻ്റെ സമാപനം സൊഡാലിറ്റി മരിയൻ അംഗങ്ങൾക്ക് മാത്രമായിട്ട് വൈകുന്നേരം 4 മണിക്കായിരിക്കും ദിവ്യബലി. നമ്മുടെ അഭിവന്ദ്യ ജോസഫ് കരിയിൽ പിതാവായിരിക്കും മുഖ്യ കാർമ്മികൻ. അതിനുശേഷം പ്രത്യേക അനുഗ്രഹങ്ങളും നൽകുന്നതായിരിക്കും. നമുക്കിതെല്ലാം ഫേസ്ബുക്കിൽ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള ദിവ്യബലികൾ ഈ ദിവസങ്ങളിൽ പതിവ് പോലെ നമ്മൾ നടത്തിയിരുന്നത് അതേസമയം തുടരും. 5:30 രാവിലെ ഇംഗ്ലീഷ്, 6:30 7:30 മലയാളത്തിലുമായിരിക്കും നാളെ മുതലുള്ള ദിവ്യബലികൾ. ഞായറാഴ്ച മാത്രം 6:30 കുർബാനയെ 9 മണിക്കത്തെ കാറ്റിക്സം കുർബാനയായിരിക്കും. ഞായറാഴ്ച മാത്രം 20 പേരെ മാത്രമേ തൽക്കാലം അനുവദിക്കുന്നുള്ളൂ. വളരെ അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് വരാനൊക്കെ താല്പര്യമുള്ളവർ ഓഫീസിൽ പേര് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക്, പക്ഷേ എന്തു വന്നാലും കുർബാന തുടങ്ങുമ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ അതിന് മുമ്പേ തന്നെ പേര് കൊടുത്തിരിക്കുന്നവരാണെങ്കിലും സമയത്തിന് മുമ്പ് തന്നെ എത്തണം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമം ദിവ്യകാര്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമം ദിവ്യകാര്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമം ദിവ്യകാര്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ.